ഹായ് ഫ്രണ്ട്സ്, ആരമ്മ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്, സെയിൽ വീഡിയോ ആണ്. അപ്പോൾ പുതിയ അഡീനിയം പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല പ്രീമിയം കളേഴ്സിലുള്ള നല്ല അടിപൊളി കളേഴ്സാണ്. ഞാൻ വീഡിയോ ഫോട്ടോസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ചെറിയ പ്ലാന്റ്സാണ് കൊടുത്തത്. അപ്പോൾ അത് 100 രൂപ വെച്ചുള്ള പ്ലാന്റ്സ് ആയിരുന്നു. ഇത് വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വലിയ പ്ലാന്റ്സാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ നീളം കാണുമ്പോൾ നിങ്ങൾക്ക് ട്രെയിലൊക്കെ വെച്ചിട്ടുള്ള നീളം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണെന്നുള്ളത്. ഞാൻ അതിൻ്റെ സ്കെയിൽ വെച്ചുള്ള അളവ് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 10-30 കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. പ്ലാന്റ് സൈസ് നോക്കുമ്പോൾ 343 എന്നുള്ള പ്ലാന്റാണ്. അതിൻ്റെ കോഡക്സ് കണ്ടല്ലോ, നീളം ഒരു വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. ഒരുവിധം എല്ലാം ഈ സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത്. അടുത്ത 351 എന്നുള്ള കോഡിൻ്റെ പ്ലാന്റാണ്. ഈ സൈസാണ് വരുന്നത് കേട്ടോ. അടുത്തത് 418 കാരമൽ എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അത് ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഇത് അതിൻ്റെ നെക്സ്റ്റ് സൈസ് പ്ലാന്റ് ആണ്, 418. അടുത്തത് 431 എന്നുള്ള കോഡുള്ള പ്ലാന്റ് ആണ്. ഈ സൈസാണ് നമുക്ക്. അങ്ങനെ ആവറേജ് ആ ഒരു പ്ലാന്റ് സൈസ് വരുന്നതാണ് നമുക്കിപ്പോൾ വരുന്നത്. വളരെ കുറച്ച് മാത്രം സിംഗിൾ പെറ്റൽസ്, കുറച്ച് കളേഴ്സ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ചെറിയ പ്ലാന്റ്സ് ഉണ്ട്, 100 രൂപയുടെ പ്ലാന്റ്സ്. വളരെ കുറച്ച് മാത്രം, അത് കൂടുതൽ സിംഗിൾ പെറ്റൽസ് ആണ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ പ്ലാന്റിൻ്റെ സൈസ് ആണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിൽ നിന്ന് പ്ലാന്റ്സ് മേടിച്ചവർക്കൊക്കെ ലീഫ് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ഇവിടെ ഞങ്ങൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സിലൊക്കെ ലീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷനോ ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഡയറക്റ്റ് വെയിലത്ത് തന്നെ ഇനി പോട്ട് ചെയ്ത് കുറച്ച് ഇപ്പോൾ ഇനി വെയിലൊക്കെ കിട്ടി തുടങ്ങുന്ന സമയമല്ലേ, അപ്പോൾ എന്തായാലും ഡയറക്റ്റ് വെയിലത്ത് തന്നെ മാക്സിമം പ്ലാന്റ്സ് വയ്ക്കുക. ഇപ്രാവശ്യത്തെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് കാണിക്കുന്നത്. ഇന്ന് 30 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഓരോ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരുവിധം ഈ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും. ഇനി പ്ലാന്റ്സിൻ്റെ റേറ്റ് പറയാം. ഒരു പ്ലാന്റിൻ്റെ റേറ്റായിട്ട് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ 1 മുതൽ 4 പ്ലാന്റ് വരെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് 140 രൂപ വെച്ചാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. അതേസമയം 5 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് 135 രൂപ വെച്ച് 5 പ്ലാന്റിന് 675 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരിക. അതേസമയം നിങ്ങൾ 10 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് 120 രൂപ വെച്ച് 1200 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രാവശ്യത്തെ അഡീനിയത്തിൻ്റെ റേറ്റ്. നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. DTDC എല്ലായിടത്തും വീട്ടിൽ കൊണ്ടുപോയില്ല. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ സർവീസിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഉറപ്പായിട്ടും പറയണം, അത് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആണോ വേണ്ടത്, DTDC ആണോ വേണ്ടതെന്ന്. പലരും നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് അഡ്രസ്സ് ഇടാറില്ല. ചിലപ്പോൾ ഫോൺ നമ്പർ മിസ്സാവും, ചിലപ്പം പിൻ കോഡ് മിസ്സാവും. അപ്പോൾ അത് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയക്കുമ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് അയക്കണം, DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ എന്ന് മെൻഷനും ചെയ്യണമെന്ന്. കാരണം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ, പാഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളൊരു അൺബോക്സിങ് വീഡിയോ ഉറപ്പായിട്ട് എടുത്ത് വയ്ക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കൊറിയർ ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പറഞ്ഞാൽ എനിക്ക് യാതൊരു ഇതും മനസ്സിലാവില്ല. ചിലപ്പോൾ വീഡിയോയിലൊക്കെ നമുക്കത് കറക്റ്റായിട്ട് എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങളൊരു പ്രൂഫ് ഇല്ലാണ്ട് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാന്റ് നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി, നിങ്ങളതൊരു ഉറപ്പായിട്ടൊരു വീഡിയോ എടുത്ത് വയ്ക്കണം. കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൂഫ് തന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നിങ്ങൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ ബോക്സിൻ്റെ, കാരണം DTDCയിൽ ഇപ്പോൾ ലാസ്റ്റ് 1-2 കൊറിയറുകൾ അയച്ചപ്പോഴേക്കും അവർക്ക് വളരെ മോശമായിട്ടാണ് ബോക്സ് കിട്ടിയത്. പിന്നെയും പ്ലാന്റ് അവർക്ക് കുഴപ്പമില്ലാതെ, പക്ഷേ ബോക്സ് അവർ
ഇവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോക്സ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്ലാന്റ് എന്താ പറയുക മോശമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ പ്രോബ്ലം ഇല്ല, കഴിഞ്ഞ ഡെൻഡ്രോബിയ അയക്കുന്നത്. അപ്പോൾ ചില DTDC സർവീസുകാർ വളരെ മോശമായിട്ടാണ്, സ്പീഡ് പോസ്റ്റ് വളരെ മോശമായിട്ടാണ് നമ്മുടെ ലൈഫ് പ്ലാന്റ് എന്നൊക്കെ എഴുതിയാലും വളരെ മോശമായിട്ടാണ് അവർ ആ കൊറിയർ റിസീവ് ചെയ്യുന്നത്. വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് വേറെ വല്ല സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അത് എങ്ങനെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചില ഓർഡർ എടുക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് DTDCക്ക് കംപ്ലയിൻറ്റ് പറയണമെങ്കിൽ എനിക്കും പ്രൂഫ് വേണം. നിങ്ങൾ എനിക്ക് ആ പ്രൂഫ് അയച്ചു തന്നാലേ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് മോശമായിട്ടാണ് കിട്ടിയതെന്ന് എനിക്ക് അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു അൺബോക്സിങ് വീഡിയോ, അത് നിങ്ങൾക്ക് പ്ലാന്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ ആവശ്യം വരില്ല. പക്ഷേ നിങ്ങളുടെ പ്ലാന്റ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത് അകത്ത് നല്ലതായിട്ടാണോ ചീത്തയായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക കേട്ടോ എല്ലാവരും. നിങ്ങൾ ആദ്യമായിട്ടാണ് അഡീനിയം നടുന്നത് എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് നടുന്നത്, അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല, എങ്ങനെ നടണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഞാനൊരു വോയിസ് അയച്ചു തരാം. അതേപോലെ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അഡീനിയം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതിൻ്റെ ഇനി സീസണാണ്. ഒരു എന്താ പറയുക, നമ്മൾ മഴക്കാലം തുടങ്ങുന്നവരെ ഇനി അഡീനിയത്തിൻ്റെയും അങ്ങനത്തെ ചൂട് ഇഷ്ടപ്പെടുന്ന ചെടികളുടെ സീസണാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വെച്ചാൽ തന്നെ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ ഇല വരുന്നതിനും കൂടുതൽ പെട്ടെന്ന് വരുന്നത് ചിലപ്പോൾ മൊട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോ വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റോക്കിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സിനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പ്ലാന്റ്സ് എനിക്ക് അത്ര അയക്കാൻ അത്ര സന്തോഷമില്ല, അത് അത്ര നല്ല പ്ലാന്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അതിനെ പോട്ട് ചെയ്ത് വയ്ക്കും. കാരണം അത് എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക, അതിനെ ഞാൻ പോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ പോട്ട് ചെയ്ത ഇപ്പോൾ ഒരു 2-3 ആഴ്ച പ്രായമായിട്ടുള്ള നട്ടിട്ട് പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നട്ട പ്ലാന്റിൽ എല്ലാത്തിലും എനിക്ക് ഒരു പ്ലാന്റ് പോലും നശിച്ചു പോയിട്ടില്ല. എല്ലാ പ്ലാന്റും പുതിയ നാമ്പുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചിലതിൽ നോക്കുവാണെങ്കിൽ ഇല പോലും വന്നിട്ടില്ല, അതിന് മുന്നേ മൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസ് ഇഷ്ടമായവർ നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്കും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാനും അപ്പം ലിങ്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഫെലനോപ്സിസിൻ്റെ ബഡ് വന്ന കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു 5-6 ഷെയ്ഡ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫെലനോപ്സിസിൻ്റെ കുറേ പേര് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബഡുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണെന്ന്. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ. കുറച്ച് വീഡിയോസ് നമുക്ക് പെൻഡിങ് ആണ്. ഫെലനോപ്സിസിൻ്റെ തന്നെ മീഡിയം സൈസ് പ്ലാന്റ്സ് കുറേ കളേഴ്സ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ, പിന്നെ നമ്മുടെ ഡെൻഡ്രോബിയം പുതിയ സ്റ്റോക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് താമസിക്കേണ്ടതെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് കിട്ടും. നമ്മുടെ ഈ ചാനൽ വരുന്നതിനേക്കാളും ആദ്യം അപ്ഡേറ്റ് ഞാൻ ഇടുന്നത് ഗ്രൂപ്പിലാണ്. അപ്പം യൂട്യൂബ് അങ്ങനെ ശ്രദ്ധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അഡീനിയത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകൾ ആയിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ബൈ, താങ്ക് യു.